ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വെക്കേഷനായിട്ട് എവിടെയും ട്രിപ്പൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഗവിക്ക് ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പോയ വണ്ടി. കഴിച്ച് വണ്ടി വന്നപ്പോഴത്തേക്കും ഞങ്ങളിത് ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ലൈറ്റൊക്കെ ആയിരുന്നു. കുറച്ച് നേരം നമ്മൾ കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ പെട്രോൾ പമ്പിലൊന്ന് നിർത്തി കുറച്ച് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ നല്ല ചായ കുടിച്ചപ്പോൾ നല്ല റിലാക്സായി. പിന്നെ ഫോറസ്റ്റ് ഏരിയക്ക് കയറിയപ്പോൾ നമ്മളെടുത്ത കുറച്ച് വീഡിയോസാണിത്. നല്ല രസമാണ് ഗൈസ് ഈ ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ കാണാനായിട്ട്. പിന്നെ കുറച്ചധികം ഫോറസ്റ്റ് ആ ഒരു വീഡിയോസൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഗൂഡ്രിക്കൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തി. അവിടെ നിന്ന് നമുക്ക് പാസ് ഉണ്ടെങ്കിലാണ് ഉൾക്കാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ചേട്ടന്മാരും ആൻറ്റിയൊക്കെ ചേർന്ന് ഓഫീസിൽ ചെന്ന് പാസ്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മളവിടെ കണ്ട പട്ടികളാണ്. വേറൊരു ചെറിയ പട്ടി ഉണ്ടായി ഗൈസ്, അതിനെ കാണാൻ ചെന്നായനെ പോലെ ഇരിക്കും. ഞാൻ ഓഫീസിൻ്റെ ഭാഗത്ത് തന്നെ വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ കരുതി. കാരണം ഇനി ഉൾക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനുള്ള സ്പേസ് കിട്ടില്ല എന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ അങ്ങനെ സ്ഥലമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ നല്ല അപ്പവും ഇഡലിയൊക്കെയായിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇതാണ് കക്കി ഡാം ഗൈസ്. ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഒരു ടണൽ കണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഗൈസ് ഇതാണ് ആ വലിയ ടണൽ. പിന്നെ നമ്മൾ അതിൽ കൂടെ പോണ വഴി നല്ല പ്ലേസൊക്കെ കണ്ടപ്പോൾ ഇറങ്ങി 2-3 റീലും അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തു. ഞാനിവിടെ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഡാൻസ് വീഡിയോയുടെ ബ്ലൂപ്പറാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. പക്ഷെ അവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. അവിടെ ഫുൾ അട്ടയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വേറെ പ്ലേസിലേക്ക് പോയി. അവിടെ കണ്ട മുട്ടക്കുന്നാണ് ഗൈസ് ഇത്. പിന്നെ കണ്ടോ ഇവിടെയൊക്കെ ഫുൾ അട്ടയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം തപ്പി പോയപ്പോഴാണ് ഇതുപോലെ ഒരു കെട്ടിടം കണ്ടത്. അതൊരു LP സ്കൂളായിരുന്നു. പിന്നെ നമ്മൾ അവിടെ വെച്ച് ഫുഡ് കഴിച്ചു. നമ്മളത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഈ ഒരു ബിരിയാണിയൊക്കെ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഉണ്ടായിരുന്നതൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയപ്പോൾ കണ്ടതാണ് ഈ ഒരു സിംഹവാലം കുരങ്ങനെ കണ്ടു പോയി. നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ. പിന്നെ കുറച്ച് ദൂരം പോയപ്പോഴാണ് നമ്മളവിടെ ഒരു മുരുകൻ്റെ അമ്പലം കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടൊരു അമ്പലം കാണുന്നത്. പിന്നെ കഴിച്ച് ഇതാണ് ഗവി ഡാം. നമ്മൾ അതിൻ്റെ സൈഡിൽ കണ്ടൊരു വാഴയാണ്. കണ്ട ആർട്ടിഫിഷ്യലായിട്ട് തോന്നും, പക്ഷേ റിയൽ വാഴയാണ്. കഴിച്ച് പോണ വഴിയാണെങ്കിൽ നല്ല കോടയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. പ്രത്യേകിച്ച് കാടായതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ കണ്ട വീഡിയോസിലൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഒരു തത്തമ്മ കുഞ്ഞിനെ പോലും കണ്ടില്ല ഗൈസ്. നമ്മൾ ആകെ കണ്ടതാണെങ്കിൽ ഒരു സിംഹവാലം കുരങ്ങിനെയും മരയെണ്ണാനെയൊക്കെയാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട ശേഷം നമ്മൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉറങ്ങി. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാനായിട്ട് വണ്ടി പെരിയാർ നിർത്തി. അപ്പോൾ നമ്മൾ നല്ല ചൂട് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. ഇടുക്കിയിൽ പോയ മെയിനായിട്ട് കാണുന്ന തേയിലത്തോട്ടം തന്നെ ഇപ്പോഴും കണ്ടു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇടുക്കി മൂന്നാർ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വാങ്ങുന്ന സാധനമായിരിക്കും ചായപ്പൊടി. അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറേ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച് നമ്മൾ കുറച്ച് ദൂരം പോയപ്പോഴാണ് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടത്. അത്ര വലുതൊന്നുമില്ലെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ കണ്ട കുരങ്ങുകളാണ്. അടുത്തൊന്നും അങ്ങനെ അധികം പോയില്ല, അതുകൊണ്ട് സൂം ചെയ്തെടുത്താണ് ഗൈസ് ഈ ഒരു വീഡിയോ. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞി കുരങ്ങും കൂടി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ചേച്ചിയും അങ്ങനെ പിള്ളേരൊക്കെ ഇറങ്ങി കണ്ടു. ആൻറ്റി ഒന്നും വന്നില്ല ഗൈസ്.
ഈ രണ്ടെണ്ണം എന്നെ കൂട്ടാണ്ട് വീഡിയോ എടുത്തതാണ് ഗൈസ് ഈ കാണുന്നത്. പാവം ഞാൻ ഒന്നും അറിയാതെ സൈഡിൽ കുത്തിയിരിപ്പുണ്ട്. പിന്നെ എന്താ ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിച്ചതാണെങ്കിൽ തട്ടുകടയെന്നായിരുന്നു. ദോശയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഓംലെറ്റും അങ്ങനെ നല്ല സെറ്റായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കും നമ്മൾ സെറ്റായിട്ട് കുറേ നേരം ഡാൻസ് ഒക്കെ കളിച്ച് നല്ല വൈബാക്കി നമ്മുടെ ട്രിപ്പ് അങ്ങനെ അവസാനിപ്പിച്ചു ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഗവി ട്രിപ്പ് വ്ളോഗ് കൂടെ അവസാനിക്കുന്നു. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. ചോറിനൊക്കെ വന്നോടെ ഇരിപ്പായി. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.